രാജ്ഭവൻ പുറത്തിറക്കിയ മാസികയിലെ ഉള്ളടക്കത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജഹംസത്തിൽ ആർട്ടിക്കിൾ 200മായി ബന്ധപ്പെട്ട ലേഖനത്തിലാണ് ഈ വിമർശനം. ആ അഭിപ്രായങ്ങൾ ലേഖകന്റേതാണ്, സർക്കാരിൻ്റേതല്ലെന്നും വിരുദ്ധാഭിപ്രായങ്ങൾ അംഗീകരിക്കുന്ന സർക്കാരാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 200. ഇതിൽ ഭരണഘടനയുടെ 200ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവന്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. വിയോജനാഭിപ്രായങ്ങളെ, വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിൻ്റെ ഈടുവെപ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ ഐസക്, ഏറെക്കാലത്തിന് ശേഷം വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറുമായി ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുത്തു, മാഗസിൻ പ്രകാശനം ചെയ്തു. ആ മാഗസിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കൃത്യമായ വിമർശനം മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. അതായത് ഇന്ന് പ്രകാശനം ചെയ്ത മാഗസിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. എന്താണ് മുഖ്യമന്ത്രി ഈ വിമർശനത്തിലൂടെ ഉദ്ദേശിച്ചത്? കേരള രാജ്ഭവൻ പുറത്തിറക്കുന്ന ത്രൈമാസ മാഗസിനായ രാജ്ഹംസിന്റെ ആദ്യ കോപ്പിയാണിത്. ആ കോപ്പിയുടെ പ്രകാശന കർമ്മമാണ് അല്പസമയം മുമ്പ് ശശി തരൂർ എംപിക്ക് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ കൗതുകരമായ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറെക്കാലത്തിന് ശേഷം മുഖ്യമന്ത്രി രാജ്ഭവന്റെ പടി ചവിട്ടി ഇവിടെ എത്തുമ്പോൾ പൂർണ്ണമായും രാജ്ഭവന്റെ എല്ലാ കാര്യങ്ങളെയും താൻ അംഗീകരിക്കുന്നില്ല, ആ നിലപാടുകൾക്ക് പൂർണ്ണമായും താൻ അതിനെ പൂർണ്ണമായും അനുവദിച്ച് നൽകിക്കൊണ്ടുള്ള ഒരു സന്ദർശനമല്ല ഇതെന്ന് വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഈ പ്രകാശന കർമ്മം നിർവഹിച്ചതിന് ശേഷമുള്ള പ്രസംഗം ആരംഭിച്ചത് തന്നെ. അതിന്റെ ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത്, രാജ്ഭവനിൽ നിന്നൊരു ജേണൽ പ്രസിദ്ധീകരിക്കുന്നു. ആ ജേണലിൽ സ്വാഭാവികമായും രാജ്ഭവന്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അവിടുത്തെ പരിപാടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, നിലപാടുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ സർക്കാരിന്റെ നിലപാടാണെന്ന് ഒരു ഘട്ടത്തിലും പറയാൻ കഴിയില്ല. അതൊക്കെ രാജ്ഭവന്റെ പൂർണ്ണമായ നിലപാടുകളാണ്. അതിനപ്പുറത്തേക്ക് സർക്കാർ അത് അംഗീകരിച്ച് നൽകുന്നു എന്ന് കരുതവയ്യ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിൽ ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത്, ഇന്നിപ്പോ പുറത്തിറങ്ങിയിട്ടുള്ള ഈ പതിപ്പിൽ ഗവർണറുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ 200നെ കുറിച്ചുള്ള ഒരു ലേഖനം ഇന്നിറങ്ങിയ ഈ പതിപ്പിലുണ്ട്. അത് നിയമസഭ പാസാക്കിയ ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവർണർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആ ലേഖനത്തിൽ പക്ഷേ ഗവർണർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അതിൽ ഒപ്പിടാകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യാം എന്നാണ് ആ ലേഖനത്തിലൂടെ ലേഖകൻ വിശദീകരിക്കുന്നത്. അതിൽ ഗവർണർക്കാണ് കൂടുതൽ അധികാരം ഉള്ളത് ഗവർണർക്കാണെന്നാണ് ആ ലേഖനം വിശദീകരിക്കുന്നത്. എന്തായാലും അത് താൻ അംഗീകരിക്കുന്നില്ല, തന്റെ സർക്കാർ അംഗീകരിക്കുന്നില്ല. അത് രാജ്ഭവന്റെയും ആ ലേഖകന്റെയും മാത്രം പൂർണ്ണമായ നിലപാടാണ്. അത്തരത്തിൽ പല നിലപാട് വ്യത്യാസങ്ങളും സ്വാഭാവികമായും ഇനി അങ്ങോട്ടേക്കും ഉണ്ടാകാമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി ആരുടെയും അഭിപ്രായങ്ങളെ ഒരു ഘട്ടത്തിലും ഒരു തരത്തിലും പൂർണ്ണമായും കഴുത്ത് ഞെരിച്ചുകൊണ്ട് അതിനെ നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഇത് ജനാധിപത്യപരമായ നിലപാട്, വിയോജിപ്പുള്ളവർക്ക് വിയോജിപ്പെന്ന നിലക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ആ സാഹചര്യം, അത്തരം സാഹചര്യം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്ന് ആ മുഖ്യമന്ത്രി വളരെ വ്യക്തവുമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറെക്കാലത്തിന് ശേഷം കാവിക്കുടി ഏന്തിയ ഭാരതാംബ വിവാദത്തിനൊക്കെ ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തുന്നത്. നേരത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട് ബില്ലുകളിൽ ഒപ്പിടുന്നതും സർവകലാശാല വിഷയവും ഒക്കെ ആയി ബന്ധപ്പെട്ട അനവധി വിവാദങ്ങളുണ്ടായിരുന്നു, തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങൾക്ക് താൽക്കാലികമായ അവധി നൽകി പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഏതാണ്ട് പടിക്ക് പുറത്ത് കളഞ്ഞാണ് മുഖ്യമന്ത്രി ഈ പരിപാടിയിലേക്ക് എത്തുന്നതെന്നൊരു പ്രത്യേകത ഇതിലുണ്ട്. മാത്രമല്ല, നേരത്തെ മന്ത്രിമാരായ പി പ്രസാദും ശിവൻകുട്ടിയും ഒക്കെ കാവിക്കുടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വേദിയിൽ വെച്ച് പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് അതിൽ പ്രതിഷേധിച്ച് പരിപാടിയിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രാജ്ഭവൻ പറഞ്ഞത്
രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ഒഴികെയുള്ള മറ്റെല്ലാ പരിപാടികൾക്കും ഈ ചിത്രം വെക്കും. അത് രാജ്ഭവന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആ ചിത്രം ഒഴിവാക്കി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. വേദിയിൽ ഉണ്ടായിരുന്നത് നിലവിളക്കും ദേശീയ പതാകയും മാത്രമായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ചാണ് വേദിയിലേക്ക് എത്തുന്നത്. ഇരുവരും കുശലം പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിച്ച് ഒക്കെയാണ് വേദി പോയത്.